സത്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രതീക്ഷയോടെ തന്നെ കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് റിസൾട്ട് നോക്കണതൊക്കെ. എന്തായാലും അതിന്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു തീരുമാനം ആയിക്കണു കേട്ടോ. എന്ത് റിസൾട്ട് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ +2 സിലബസ് കംപ്ലീറ്റ് പഠിക്കൽ കഴിഞ്ഞിട്ട് ടൈം വേസ്റ്റ് ആവുന്നുള്ള ഒറ്റ പ്രോബ്ലം കൊണ്ട് 2 വിഷയം ഇമ്പ്രൂവ് ചെയ്യാന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. വെറുതെ പറഞ്ഞതാട്ടോ. മാർക്ക് കുറവുള്ള 2 വിഷയം ഇമ്പ്രൂവ് ചെയ്തതാണ്. അതിന്റെ റിസൾട്ടിനാണ് ഇതായി കണ്ണ് നട്ട് നോക്കിയിരിക്കുന്നത്. കാര്യം രാവിലെ 10 മണിക്ക് റിസൾട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായിട്ട് പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, ഇന്നലെ തന്നെ റിസൾട്ട് കിട്ടിയവരും ഉണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടോ. എനിക്കൊന്നും അങ്ങനെ കിട്ടിയില്ല കേട്ടോ. കാര്യം ഞാൻ 7-ാം തീയതി അങ്ങനെ നോക്കിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, 7-ാം തീയതി എന്നുള്ളത് 8-ാം തീയതിക്ക് മാറ്റിയെന്ന് ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോടെ നോക്കാതെ. എന്തായാലും ഇപ്പൊ നാർത്തക്കാലം വന്നിട്ട് അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വലിയ അർജന്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെങ്കിൽ ടെൻഷൻ അതിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും മുന്നിലാട്ടോ. അതിപ്പോ മെയിൻ എക്സാം ആണെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിലും ഇപ്പൊ ഒരു 10 മാർക്കിന്റെ ടെസ്റ്റ് എഴുതാണെങ്കിൽ പോലും എനിക്ക് നല്ല ടെൻഷൻ ആട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ നമ്മുടെ എഫേർട്ടിന്റെ റിസൾട്ട് ആണല്ലോ. പക്ഷെങ്കിൽ എൻ്റെ ഈ ഇമ്പ്രൂവ്മെന്റിന്റെ റിസൾട്ട് എത്ര വരുവാണെങ്കിലും പറയും, ഒരിക്കലും എൻ്റെ എഫേർട്ടും റിസൾട്ടും മാച്ച് ആയിട്ടേ ഇല്ല. ഞാൻ CA അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും എക്കണോമിക്സും ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തത്. CAയുടെ കാര്യം പറയുകയാണെങ്കിൽ സത്യമായിട്ടും എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. ബിക്കോസ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് നല്ല ഈസി ആയിട്ടാണ് തോന്നിയത്. പിന്നെ എക്സാം എഴുതി വന്നിട്ട് ഞാൻ ആൻസർ കീ നോക്കിയപ്പോഴും എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് അങ്ങനെ തോന്നിയതൊന്നുമില്ല. പിന്നെ എന്താ പറ്റിയെന്ന് ശരിക്കും അറിയില്ല കേട്ടോ. ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്ന മാർക്ക് എനിക്ക് എന്തായാലും 2-ലും കിട്ടിയിട്ടില്ല. എക്കണോമിക്സ് പിന്നെയും കുറച്ചൊക്കെ ടഫ് ആയിരുന്നു. പക്ഷെ CAയുടെ കാര്യത്തിലേക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. ഒരിക്കലും ഈ മാർക്ക് ഒട്ടും മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്കൊരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ, അതിനുള്ള മാർക്ക് കിട്ടിയില്ല എന്നാ പറഞ്ഞു. വാല്യുവേഷൻ നല്ല ടഫ് ആക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇപ്പം മനസ്സിലായി. ഇനി +2ന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ.